ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണേ. അപ്പോൾ രാവിലെ ഇന്ന് ഗോതമ്പ് പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ പൊടിയൊന്ന് അരിച്ചെടുക്കണേ. അതിനുശേഷം നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി നനച്ചെടുക്കാൻ എനിക്കൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അരിപ്പൊടിയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് നനച്ചെടുക്കാനൊക്കെ പറ്റും. പക്ഷേ ഗോതമ്പ് പൊടി നനയ്ക്കാൻ ഭയങ്കര പാടാണ്, കുറച്ച് താമസമാണ്. കട്ട കെട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ ഉപ്പ് വെള്ളം തളിച്ചതിന് ശേഷം വെള്ളം കുറേശ്ശെയായിട്ട് നമ്മളിതുപോലെ തളിച്ച് വേണമല്ലോ പൊടി നനച്ചെടുക്കാനായിട്ട്. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, കട്ടയായിട്ടിരിക്കും പുട്ട്. അപ്പോൾ ഞാനത് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് പൊടി നനച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുട്ടുണ്ടാക്കിയിട്ട് പിന്നെ കടലക്കറി വയ്ക്കണം. അപ്പോൾ ചായ ഇടണം. പാല് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ വെക്കുകയാണ്. പിന്നെ പുട്ടിന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ കുടിച്ച് കഴിയുമ്പോൾ കുറച്ച് ഉന്മേഷമൊക്കെ കിട്ടും. അപ്പോൾ ആദ്യമേ തന്നെ ചായ ഇട്ട് കുടിക്കും. അതിനുശേഷം നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് പൊടിയൊക്കെ നനച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊടി ഞാൻ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ ചിരണ്ടി തന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് അടുക്കളയിൽ കയറിയിരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു കൂട്ടായല്ലേ, നിങ്ങൾ കമൻറ്റിലൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഇപ്പോൾ എനിക്ക് പകലൊക്കെ എനിക്കൊരു കൂട്ടായി. മോൻ്റെ വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മോള് കോളേജിൽ പോകുമല്ല, പിന്നെ മോൻ വർക്കിനും പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ കൂട്ടായിട്ട് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ സംസാരിച്ചിട്ടൊക്കെ ജോലി ചെയ്യാൻ നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പറയും, അനു അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ്. ഇപ്പം നല്ല രസമാണ്. അടുക്കളയിലെ ജോലികൾ എപ്പോൾ തീരുന്ന് അതുവരെ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ പൊടി നനച്ചതിന് ശേഷം ഞാനിപ്പോൾ കുറ്റിയിലേക്ക് വാരി നിറച്ചിട്ട് പുട്ടിന് വയ്ക്കാൻ വേണം. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയേ. ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞായറാഴ്ച ആകുമ്പം എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ കാപ്പി കുടിയൊക്കെ ഉള്ളത്. അപ്പോൾ മോള് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ ഇവിടെ തിളച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ചൊന്നും അല്ല കേട്ടോ ഞാൻ കടലക്കറി ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ സിമ്പിളായിട്ടൊക്കെ ചെയ്യത്തില്ലേ, മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കിയിട്ടിട്ടുള്ള വഴറ്റിക്കൊണ്ട്. അപ്പോഴാണ് മോൻ പറഞ്ഞത് നമുക്കിന്ന് ബീഫ് കറി ഉണ്ടാക്കാം. ഞാൻ പോയി ബീഫ് വാങ്ങിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് പോയണേ. അപ്പോൾ ഈ തറയൊക്കെ ശരിക്കും ഇല പറന്ന് വന്ന് വീണ് മഴ പെയ്തത് കാരണം നിറച്ച് ഇല കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ ചെറിയ ചാറ്റലുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അന്നേരം തൂക്കാഞ്ഞത്. അപ്പോൾ മോൻ പോയി ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ മോളത് അരിഞ്ഞെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് മോളരിയുന്നുണ്ട്. അപ്പോൾ അനുവാണ് ഉള്ളിയും സവോളയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ രണ്ടുപേരും അടുക്കളയിൽ എന്നെ സഹായിക്കാനായിട്ടുണ്ട്. ഒരാൾ ഇറച്ചി അരിയുന്നു, ഒരാൾ ഉള്ളി പൊളിച്ചരിയുന്നു. പിന്നെ കുറച്ച് പച്ചക്കായും ഉണ്ട്, അതും ഒന്ന് തോരൻ വയ്ക്കണം. അപ്പം ഞാൻ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാണ്. തേങ്ങ വറുത്തരച്ചാണ് ഞാൻ ബീഫ് കറി വെക്കുന്നത്. അപ്പോൾ ഇവർക്ക് അത് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ബീഫ് കറി. അമ്മയുടെ ബീഫ് കറി ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത് എപ്പോഴും. അതുകൊണ്ട് ഞാൻ തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കുകയാണ്. അപ്പോൾ വൈകിട്ടത്തേക്കും നമുക്ക് ഇപ്പോൾ പൊറോട്ട വാങ്ങിക്കുകയാണെങ്കിൽ വൈകിട്ട് പൊറോട്ടയുടെ കൂടെ കഴിക്കാം. അല്ലെങ്കിൽ പുട്ട്, രാവിലത്തെ പുട്ട് ബാക്കിയുണ്ടെങ്കിൽ പുട്ടിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ പച്ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പത്ത് സവോളയും വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടുപേരെയും ഞാനത് ഏൽപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടെ മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പച്ചക്കായും കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി വെന്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. പിന്നെ
ഇറച്ചിക്ക് പോയപ്പോൾ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മല്ലിയിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അനു കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി തരുന്നുണ്ട്. അപ്പോൾ അത് പച്ചയ്ക്ക തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വേവിച്ച് പച്ചയ്ക്ക് തേങ്ങയൊക്കെ ഒതുക്കിയിട്ടത് തോരാക്കി പെട്ടെന്ന് വെന്ത് പോയി കേട്ടോ. വേവ് കുറഞ്ഞ കായായിരുന്നത് പെട്ടെന്ന് അത് വെന്ത് കുഴഞ്ഞ്, നമുക്ക് സാരമില്ല. അങ്ങനെ ബീഫ് കറിക്കുള്ള അരപ്പെല്ലാം ഞാൻ അരച്ചിട്ട് കറിയിലേക്കെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാം അതിലേക്ക് ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ബീഫ് കറി വയ്ക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ സാധാരണ പൊറോട്ട വാങ്ങിക്കാറുണ്ട്. ഇന്നിപ്പോൾ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. വൈകുന്നേരം ഗോതമ്പ് പുട്ട് ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ബീഫ് കറിയും കൂട്ടി വൈകിട്ട് പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡിയാണേ. ഇനി നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കഴിക്കാനായിട്ട് ചോറും കറികളും ഒക്കെ ടേബിളിൽ എടുത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചയ്ക്ക തോരൻ, പിന്നെ ക്ലോവിക്ക ഉപ്പിലിട്ടതുണ്ട് കേട്ടോ. അതിവിടെ മസ്റ്റാണ്. ചോറ് കഴിക്കാൻ നേരത്ത് അത് എപ്പോഴും വേണം. ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അതെപ്പോഴും എടുത്ത് വെച്ചേക്കും. അപ്പോൾ പ്ലേറ്റിലേക്ക് ചോറൊക്കെ ഇട്ടിട്ടൊക്കെയാണ്. മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ആരും പരിഭവിക്കേണ്ട. വീഡിയോ താമസിയാതെ തന്നെ എഡിറ്റ് ചെയ്ത് ഇടാം. നമ്മൾ വീട്ടുവിശേഷങ്ങൾ ഇടുന്നത് പോലെ അല്ലല്ലോ. കല്യാണത്തിൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അത് എഡിറ്റ് ചെയ്തെടുക്കാൻ തന്നെ പ്രയാസമാണ്. അത് മാത്രമല്ല, ഗുരുവായൂർ പോയതിൻ്റെ വീഡിയോയും ഉണ്ട്. അവിടെ മാലയിടുകൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് 2 പാർട്ടായിട്ടിടാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. ഒരുപാട് വിശേഷങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് മാങ്ങ അച്ചാറിടാനുണ്ടായിരുന്നു. അത് ചേട്ടത്തിയും നിത്യയും കൂടെ ഇവിടെ ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെ നമുക്കൊരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.